നീളം വെക്കില്ല ഞാൻ. എല്ലാരും അയ്യോ ഇപ്പോഴും കുട്ടിയായിട്ടെ കുഞ്ഞതായിട്ടൊക്കെ ഇരിക്കുന്നത് നീളം വെക്കാറില്ല. ഇങ്ങനെ പിടിച്ച് തൂങ്ങ് അതൊക്കെ പറയാറുണ്ടോ? അമ്മയുടെ എന്തൊക്കെ സ്വഭാവങ്ങളാണ് ദേവയ്ക്ക് കിട്ടിയിട്ടുള്ളത്? അമ്മ പോസിറ്റീവാണ്, ഞാൻ നെഗറ്റീവാണ്. മുജേ സമ്മതിക്കില്ല. പഴി കിട്ടിയ അറിയാത്ത ലാംഗ്വേജ് അല്ലേ നമ്മൾ പാടുമ്പോ എങ്ങനെയായിരിക്കും നല്ലത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതാണ് കോമഡി. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ആയിരുന്നു. എല്ലാരും കൈയടിക്കുമ്പോ ഞാനും കൈയടിക്കും, എല്ലാരും ചിരിക്കുമ്പോ ഞാൻ ആരെയും വിശ്വസിക്കുന്നത് നിർത്തി അപമാനിക്കുകയാണല്ലേ. ഒരുപാട് സന്തോഷം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഹിന്ദി ഒട്ടും അറിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ഷോന്റെ ഒരു ഭാഗമാകാൻ പറ്റി. ഫിനാലെ വരെ എത്തി, ഫസ്റ്റ് റണ്ണറപ്പറായി. ഒരുപാട് സന്തോഷം. എപ്പോൾ പാടി കഴിയുമ്പോൾ ഞാൻ കരയും. അത് അവിടെ പറയും, എപ്പോഴും ഇങ്ങനെ കരയുന്ന അമ്മയാണ് എന്ന് പറയും. ക്രൈം മമ്മിയോട് കരയുന്നത് അവരെടുത്ത് കണ്ടന്റ് ആക്കി. അമ്മ ശരിക്കും മനസ്സിലാവാത്തോണ്ട് കരയണേന്നു. ഒന്നും എനിക്ക് മനസ്സിലാവുന്നത്. അത് ശരിയാ. എന്റെ അടുത്തുനിന്ന് ഒരാൾ 2 ലക്ഷം രൂപ കടം വാങ്ങിയാൽ തിരിച്ചു തരില്ല. എന്റെ ഇപ്പൊ പൈസ ഇല്ല. എടോ ജീവിതമൊക്കെ ആവുമ്പോ അങ്ങനല്ലേ, അതൊന്നും സാരില്ല, നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് വെച്ച് എന്റെ 2 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുമോ? ടോപ്പ് സിംഗർ ഉള്ള സമയത്ത് MG ചിലപ്പോൾ ചാലഞ്ച് ഒക്കെ വെക്കും. ഏത് പാട്ട് കിട്ടിയാലും അതിന്റെ സിനിമ, വർഷം, അഭിനയിച്ച നടി, നടൻ, മ്യൂസിക് ഡയറക്ടർ, ലിറിക്സ് എഴുതിയ ആള് എല്ലാം പറഞ്ഞിട്ട് അത് ശരിയാണെങ്കിൽ ഒരു 100 രൂപ തരും. കുഞ്ഞ് ആയപ്പോഴേ പാടും. അപ്പൊ നമ്മളെ ശ്രദ്ധിച്ച് പിന്നെ പാട്ടാണ് ഇഷ്ടം തോന്നിക്കഴിഞ്ഞ് ഇനിയിപ്പൊ എന്താണോ മോക്ക് ഇഷ്ടം അതുപോലെ. ശരിക്കും എന്താ ഇഷ്ടം? എനിക്കൊരു പൈലറ്റ് ആവണമെന്നാണ്. ഇതായി കഴിഞ്ഞുള്ള പ്രശ്നം നമുക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. പൈലറ്റ്സ് ആരും നാട്ടിൽ വരാറില്ലേ? അല്ല, ഇനി മേളിന്ന് പ്ലെയിൻ ഓടിച്ചിട്ട് പാട്ട് പാടി ആര് കേൾക്കാനാണ്? അപ്പൊ ഹെഡ്ഫോണും പറയലുണ്ടല്ലോ. അപ്പൊ അതില് പാട്ട് പാടാൻ അതാണ് ഞാൻ ഒന്നും കൂടെ അതായിട്ടൊന്ന്. ദേവിക്ക് എന്തൊക്കെയാ പേടി? എനിക്ക് കൂറേനെ ഭയങ്കര പേടി. അച്ഛനെ പേടി, അമ്മയെ പേടി. അച്ഛൻ പിന്നെ നമ്മളൊരു ഫ്രണ്ട്സ് ബഡി ബഡിയാണല്ലേ? ഹിന്ദി സ്റ്റാർസുകളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട നമ്മുടെ ദേവിക്കുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ അമ്മ സാരിയുമാണ്. അപ്പം എങ്ങനെ പോകുന്നു ലൈഫ്? ഇപ്പോൾ കുറേ മോളുടെ പാട്ടുകൾ ഭയങ്കര ഹിറ്റാവുന്നു, എല്ലാവരും മറ്റേ ജൂനിയർ ലതാജി ലതാജി എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ്? ഞാൻ ആളുടെ അടുത്തേക്ക് വരാട്ടോ, അമ്മ പറയാതെ. ഒരുപാട് സന്തോഷം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതേപോലെ ഒരു ഹിന്ദി, കാരണം ഹിന്ദി ഒട്ടും അറിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ഷോന്റെ ഒരു ഭാഗമാകാൻ പറ്റി. ഫിനാലെ വരെ എത്തി, ഫസ്റ്റ് റണ്ണറപ്പറായി. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഞാനേ അതിലാദ്യം നമ്മുടെ ദേവ പോകുമ്പം ഹിന്ദി ഒട്ടും അറിയില്ലായിരുന്നു ദേവയ്ക്ക്. എവിടെന്നാ ചോദിച്ചപ്പോ മേട്ടീക്കു എന്നൊക്കെ പറയണോ? ഇതൊക്കെ ആര് പഠിപ്പിച്ചത്? അതൊക്കെ ആ സമയത്ത് അന്ന് നമ്മൾ ഓഡിഷന് പോകത്തില്ല. അപ്പൊ ആ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ചോദിക്കാന്ന് പറഞ്ഞ അച്ഛൻ എന്നെ പറഞ്ഞ് സെറ്റാക്കി. എന്താ അച്ഛൻ പഠിപ്പിച്ചെന്ന്? അച്ഛൻ പറഞ്ഞാൽ കേസേ ഹോ എന്ന് ചോദിക്കുമ്പോ മാറ്റീക്കോ എന്ന് പറയണം. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും മാറ്റീക്കോ എന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് പിന്നെ എങ്ങനെ പഠിച്ചത്? കാരണം ആദ്യം അവിടെ വന്നപ്പോ തന്നെ പേരെന്താ ചോദിച്ചപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പേര് പറഞ്ഞത്. അതെന്താ 5 മിനിറ്റ് എന്താ ആലോചിച്ചേ? അത് ഇത് മറ്റേതാണോ ചോദിക്കണേ ഇതാണോ ചോദിക്കണേ? ഓക്കെ. ആ സമയത്ത് നമ്മളിപ്പോ തുമാരാ നാം ക്യാ ഹൈ അതല്ലേ നമ്മുടെ മൈൻഡില്. ക്യാ നാം ഹൈ ആപ്കാ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇച്ചിരി പണിയില്ലേ? അതാണ് ഇതല്ലെങ്കിൽ ഇതാണ് അതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. പിന്നെ ആരെ പഠിപ്പിച്ച ഹിന്ദി? പിന്നെ നമ്മുടെ കുട്ടികളോടെ നമ്മളിങ്ങനെ ഫുള്ള് കോൺവെർസേഷൻ പറഞ്ഞു കേട്ട് പഠിച്ചു അല്ലേ? പെട്ടെന്ന് ആള് ഓരോ പാട്ടുകളാണേലും ഇപ്പൊ നമ്മുടെ ചാനലിൽ 2-3 പാട്ട് പാടുമെന്ന് പറഞ്ഞൊരു പാട്ട് കൊടുത്തൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഗ്രാസ്പിംഗ് പവർ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സിംഗേഴ്സ് ആണോ? എങ്ങനെയാണ് ആ ഒരു പാരമ്പര്യം? വീട്ടില് എന്റെ അനിയത്തി പാടും, പിന്നെ അച്ഛൻ പാടും. അങ്ങനെ അതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയതാണല്ലോ. അപ്പൊ അമ്മ പാടില്ലേ? ഇല്ല. അങ്ങനെ അമ്മ എത്രത്തോളം നന്നായി പാടും പറയും? അമ്മക്ക് ടെൻഷൻ വന്നാൽ അമ്മ കുളവാക്കും.
ആണോ? അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് പാടും. വീട്ടിലൊക്കെ നന്നായിട്ട് പാടും. അമ്മേനെ കൊണ്ടൊന്ന് പഠിപ്പിക്കാം നമുക്ക്. അയ്യോ അമ്മ പാടൂല. ഇല്ല, രണ്ടുപേരും അയ്യോ അങ്ങനെ പറയരുത്. മോള് മറ്റേ അച്ഛൻ പാടിന്റെ ക്ഷീണം ഇങ്ങനെ മാറി വരുന്നേ ഉള്ളൂ. ഇല്ല മോള് അതിന്റെ ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുക, അമ്മ പാടും. എന്തൊക്കെ ഡാൻസിന്റെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ശരി, മോള് പാടും, അമ്മ എക്സ്പ്രഷൻ. ഏത് പാട്ട്? ഏത് പാട്ട്? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്തിൽ സ്നേഹാർദ്രമായി തൊട്ടിട്ട് സോറി. സ്നേഹാർദ്രമായി തൊട്ട്. സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. ചേച്ചി വിളിച്ചോളൂ. പാട്. നിന്മൗനമോ പൂമാൻ. ശരി, എനിക്ക് expression ഉണ്ട് അപ്പോ. ഓക്കെ, ഞാൻ കണ്ടുവച്ചതാണ്. ചിരിക്കരുത് ചിരിക്കരുത്. Last one. ഞാൻ ഈ വിടില്ല. Okay. ഓക്കെ, 1 2 3 ഗോ. നിന്മൗനമോ പൂവാനോ നിരാഗമോ. Okay, അങ്ങനെ നമ്മൾ ഇപ്പൊ നമ്മൾ പൊതുവെ നമ്മൾ മലയാളത്തിലും കുറച്ച് റിയാലിറ്റി ഷോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിന്ദിയിൽ ബോളിവുഡ് ആ ഒരു ഇതിലേക്ക് പോകുമ്പം അവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആവുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേഹ മാമിനെ. പക്ഷെ നേഹ മാമിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറണം. ആ ജഡ്ജസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ 6 പേര് പറയും. ഒരാളെ പറയാൻ പറഞ്ഞായിട്ട് ഡിപ്ലോമാറ്റിക് പറ്റൂല, എനിക്ക് ഒരാളുടെ പേര് കേൾക്കണം. ഒരാളുടെ പേര് ഇപ്പൊ എന്താ പറയാ? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു, ആരായിരിക്കും? എന്റെ ക്യാപ്റ്റന്റെ പേരെന്താ? എന്റെ ക്യാപ്റ്റൻ എല്ലാരും നല്ല ദാനിഷ് ഭയ്യ. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയണേ, പക്ഷെ കുഴപ്പമില്ല. നീ കവിതകളാ കനവുകളാ കയൽ വിഴിയേ നികഴ്വതുവാ കടന്തതുവാ பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா முகம் காட்டு நீ முழுவெண் பனி ஓடாத நீ പുന്നകൈ നീ കാട്ടടി ഇപ്പം എങ്ങനെ ഫസ്റ്റ് ഓഡിഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓഡിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഡേ ഒരു 9 മണിക്ക് മുന്നേ ഇത് കൊടുക്കണമായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഹിന്ദി പാട്ടിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത സമയം. ആകെ ഒരു 2 പാട്ടൊക്കെ അറിയാം. 2 പാട്ട് നമ്മളിപ്പോൾ വെറുതെ കേൾക്കുമല്ലോ. അപ്പോൾ അങ്ങനെ 2 പാട്ടറിയാം. അപ്പോൾ 8:30 ആയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുന്നത്, ഇങ്ങനെ സൂപ്പർ സ്റ്റാർ സിംഗറിൻ്റെ ഒരു ഓഡിഷൻ ഉണ്ട്, വെറുതെ കൊടുത്ത് നോക്ക്, ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ളൊരിതിൽ ആ സമയത്ത് അറിയുന്ന 2 പാട്ട് അയച്ചു കൊടുത്തതാണ്. പിന്നെ അവർ വിളിച്ചു. പിന്നെ ആരെ വിളിച്ചു? പിന്നെ 7-8 ഓഡീഷൻ വരെ ഉണ്ട്. അപ്പൊ ഈ ടെൻഷനൊക്കെ അടിക്കില്ലേ? ഇങ്ങനെ ടെൻഷൻ ചിരി ഉണ്ടാവും, കാരണം നമുക്ക് അറിയാത്ത ലാംഗ്വേജ് അല്ലേ. അപ്പൊ അവര് നമ്മൾ പാടുമ്പോ എങ്ങനെയായിരിക്കും നല്ലത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതാണ് കോമഡി. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ആയിരുന്നു. എല്ലാരും കൈയടിക്കുമ്പോ ഞാനും കൈയടിക്കും, എല്ലാരും ചിരിക്കുമ്പോ ഒരു ദിവസം കൈയടിക്കണ്ടെന്ന് പറഞ്ഞു, താലിയ മത് ബജാവെന്ന് പറഞ്ഞു. അമ്മ താലിയാന്ന് മാത്രമേ എടുത്തുള്ളൂ, കിടന്ന് കൈയടിച്ച്. ഈ 7 ഓഡിഷൻ പ്രോസസ്സ് കഴിഞ്ഞു പോകുമ്പോൾ സെലക്ട് ആയോ, ഞാൻ സെലക്ട് ആയില്ല, ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? നമുക്ക് പേര് വിളിക്കും, ഓരോരുത്തർ സെലക്ട് ആയ കുട്ടികളുടെ പേര് വിളിക്കും എന്ന് പറഞ്ഞിട്ട് പേര് വിളിക്കുമ്പോ പിന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അപ്പോഴേക്കും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് സെലക്ട് ആയപ്പോ ഞാൻ ആലോചിച്ചോ, ദൈവമേ ഇനി അങ്ങോട്ട് ഹിന്ദി ഇങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഇത് ശരിയാവില്ലല്ലോ ആലോചിച്ചോ? പിന്നെ
ഇനി ഇങ്ങോട്ട് ഹിന്ദി അറിയില്ല, അപ്പൊ ബബ്ബ അടിക്കേണ്ട അവസ്ഥയായിരിക്കല്ലോ. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് എല്ലാരും ഇരുന്ന് സംസാരിക്കും, നമ്മൾ പോയില്ലെങ്കിൽ ഒരു ഇതല്ലേ. അത് ശരി. ഇതില് എത്ര പിള്ളേർക്ക് ബാക്കി ഹിന്ദി അറിയാത്ത പിള്ളേരുണ്ടായിരുന്നു അവിടെ? ഞങ്ങൾ ശരിക്കും ഹിന്ദി അറിയാത്തതെന്ന് പറഞ്ഞാൽ ഞാനും അവരിഭവം മാത്രം. ബാക്കി എല്ലാവർക്കും ഹിന്ദി അറിയാം. മിയ ഉണ്ടായിരുന്നു. വൈഷ്ണവിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ 3 പിള്ളേരെയും അവളാണ് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു ഗൈഡ് ചെയ്യണല്ലേ. എങ്ങനെ അപ്പൊ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നോ? സ്ട്രിക്റ്റ് ആയിരുന്നു. അതെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, ഇത് ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയണതൊക്കെ ഭയങ്കര പഠിപ്പിക്കില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ഹിന്ദി ചോദിക്കാന്ന് അവളുടെ അടുത്ത് ചോദിക്കും. അപ്പൊ അവളിങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ അത് നമ്മൾ പറഞ്ഞ് പഠിച്ച് നേരെ സാറടുത്ത് പോയി അതേപോലെ പറയും. ഇപ്പൊ 2 വരി ഹിന്ദി പറഞ്ഞേ നോക്കട്ടെ. ആ ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഞാൻ മൊത്തം ഹിന്ദി പറയും. അതായത് ആൾക്ക് ഞാൻ വലിയ ടഫ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഓക്കെ, ആവിർഭാവും അതുപോലെ തന്നെ നമ്മുടെ അഥർവും അല്ലേ, ഇവരാണ് ഫസ്റ്റ് ആ ഒരു ഇതിൽ വന്നത്. ഓക്കെ, സോ ഇവരിലെ ആരാണ് ദേവയുടെ ഫേവറേറ്റ് സിംഗർ? इसमें से आविर्भाव और अथर बहुत अच्छा गाती है दोनों, और मुझे भी दोनों बहुत पसंद है. दोनों नहीं है, एक आदमी के नाम बताओ. मुझे സമ്മതിക്കില്ല. പടി കിട്ടിയ മലയാളിയാണ്. അപ്പൊ നമ്മളെ അതും പിന്നെ അഥർവ് നന്നായി പാടൂല്ലേ 2 പേരും. അമ്മയുടെ മോളെ തന്നെ. ഇല്ല, ചൂസ് വൺ പറ. അയ്യോ, ചൂസ് ചെയ്യാൻ പറ്റൂല, 2 പണി കിട്ടുമോ ഒന്ന്. ഓക്കെ, ഏറ്റവും ബുദ്ധിമുട്ടിയിട്ട് അവിടെ പാടിയ സോങ്, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ചിലപ്പം റിസൾട്ട് അത്ര നമ്മൾ പ്രതീക്ഷിക്കാതെ പോയ സോങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അവിടെ കഷ്ടപ്പെട്ട് പാടിയത് നമ്മുടെ മേരി ഡോള എന്ന് പറഞ്ഞ പാട്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് മൊത്തം പഠിച്ചു. ഇവരെന്ന് നമ്മുടെ ഗ്രൂമേഴ്സ് എന്ന് പറഞ്ഞാല് പാട്ട് നമുക്ക് തരും. നമുക്ക് ഗ്രൂമേഴ്സ് തന്നെയാണ് പാട്ട് തരുന്നത്. അപ്പൊ പല്ലവി, അനുപല്ലവി, ചരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവര് മൊത്തം പാട്ട് തന്നിട്ട് മൊത്തം പഠിക്കാനാ പറയാ. അപ്പൊ എന്നിട്ട് അവര് ഡിവൈഡ് ചെയ്തിട്ട് ഏതാണ് നല്ലത് അത് മാത്രം അവര് എടുക്കും. അപ്പൊ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ ടഫ് പാട്ടുകളൊക്കെ കിട്ടുമ്പോൾ മൊത്തം ഇരുന്ന് പഠിക്കണം. ഒരു ദിവസം കൊണ്ട് മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് പിറ്റേ ദിവസം കിട്ടും. 2 ദിവസം കൊണ്ട് പഠിക്കണം. അപ്പോൾ പിറ്റേ ദിവസമാണ് അവർ പറയുക ഈ പാട്ട് വേണ്ട, അത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര മതി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ അത്രയും പഠിച്ചതൊക്കെ അതാണ് നമ്മൾ ആ ഷൂട്ടിന്റെ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് മാത്രം എടുക്കും അല്ലേ. ഇത് അമ്മയ്ക്ക് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടോ ചില സമയത്ത് ഇങ്ങനെ സംഗതികളൊക്കെ അതൊക്കെ പാടുമ്പം സ്റ്റേജിൽ ഭയങ്കര ഒരു ഗൂസ് ബംസ് വന്നിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണ് ചോദിച്ചതിന് എന്താ പറയാ? ഈ പാട്ട് പാടുമ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ വന്നേ. അതിന്റെ ഒരു ദിവസം കൊണ്ടാണ് പഠിച്ചത്. പിന്നെ ഈ അറിയാത്ത ഭാഷയാണല്ലോ, അപ്പൊ ശരിക്കും ആദ്യം എനിക്ക് അതൊക്കെ ടെൻഷൻ ഉണ്ട്. ഈ വാക്കുകളൊക്കെ കറക്റ്റ് ആണോ, നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് അറിയണ്ടേ. അതൊക്കെ ഗ്രൂമേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ശരിയാ. ഇപ്പൊ ഞാൻ കുറെ റിയാലിറ്റി ഷോസ് കണ്ടിട്ടുണ്ടായിരുന്നു. മീൻ മക്കള് പെർഫോം ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് പാരന്റ്സിന് ടെൻഷനും അവരുടെ എക്സൈറ്റ്മെന്റും. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. എപ്പൊ പാടി കഴിയുമ്പോ ഞാൻ കരയും. അത് അവിടെ പറയും, എപ്പോഴും ഇങ്ങനെ കരയുന്ന അമ്മയാണ് എന്ന് പറയും. മമ്മിയോട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ കരയണ്ടാന്ന്. അമ്മയുടെ അടുത്ത് കരയുന്നത് അവരുടെ അടുത്ത് കണ്ടന്റ് ആക്കി. അത് ഒരു ദിവസം ദാനിഷ് ബൈ ആണല്ലോ അത് ക്യാപ്റ്റൻ. അപ്പൊ എല്ലാ പാട്ടുകാരെയും പാടി കഴിയുമ്പോ അമ്മ ഇങ്ങനെ കിടന്ന് കരയുക. അപ്പൊ ഈ അമ്മയ്ക്ക് കമന്റ്സ് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അമ്മ ശരിക്കും മനസ്സിലാവാത്തോണ്ട് കരയണേന്ന് ഒന്നും എനിക്ക് മനസ്സിലാവില്ല. അത് ശരിയാ. അപ്പൊ അവരൊരു ദിവസം നേഹാമ അമ്മയടുത്ത് ചോദിച്ചു എന്തിനാ കരയണെന്ന്. മനസ്സിലായില്ല. അപ്പൊ പിന്നെയും കിടന്ന് കരയാ. അപ്പൊ എന്തിനാ കരയണെന്ന് വെച്ചപ്പോ അമ്മ എന്നെ നോക്കി ഈ പറഞ്ഞു ഞാനെന്ത് പറയാനാ. അപ്പൊ നമുക്ക് സന്തോഷം ഇത്രേ വലിയൊരു സ്റ്റേജില് ഭാഷ അറിയുന്നില്ല. പിന്നെ നമുക്ക് ഒട്ടും കിട്ടിയതല്ലേ, പ്രതീക്ഷിക്കാണ്ട് കിട്ടി. അങ്ങനെ സന്തോഷവും സങ്കടമൊക്കെ വരുമ്പോഴാണ് കരഞ്ഞു പോകുന്നത്. ഇപ്പം അമ്മ കരച്ചിലാണെന്ന് പറഞ്ഞില്ലേ, അമ്മയുടെ എന്തൊക്കെ സ്വഭാവങ്ങളാണ് ദേവയ്ക്ക് കിട്ടിയിട്ടുള്ളത്? അമ്മയുടെ സ്വഭാവം
എനിക്ക് കിട്ടിയില്ല. അതിന് പെട്ടെന്ന് ഫീൽ ചെയ്യും. അതുണ്ട്. സെൻസിറ്റീവ് ആണ്. അതെ, സെൻസിറ്റീവ്. ആ. അമ്മ പോസിറ്റീവാണ്, ഞാൻ നെഗറ്റീവാണ്. അതെന്താ നെഗറ്റീവ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, എപ്പോഴും ടെൻഷനാ. അപ്പൊ ഞാനതിങ്ങനെ കുഞ്ഞു പ്രായത്തില ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പാട്ടിന്റെ കാര്യത്തില് അയ്യോ ഞാൻ എങ്ങനെ പാടിപ്പോയമ്മേ, ഞാനിപ്പോ എന്തോ ചെയ്യും, അങ്ങനെ അത് അന്നത്തെ ദിവസം ഫുള്ള് അതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല, തെറ്റേ അടുത്ത് കിട്ടും, അത്ര തന്നെ. അത് അങ്ങനെയാണ് അമ്മ അറിയാം. അപ്പൊ എനിക്കൊരു ആശ്വാസം. ഓക്കെ, വേറെ എല്ലാരോടും പെട്ടെന്ന് മിങ്കിൾ ചെയ്യും, എല്ലാരോടും. അതാണ് അല്ലേ. അച്ഛൻ കുട്ടിയാണോ അമ്മ കുട്ടിയാണോ? ആണോ? ഇനിയിപ്പോ രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്, രണ്ടുപേര് അത് പറയണ്ട. കണ്ടു കഴിഞ്ഞാൽ അച്ഛനെ പോലെയാണെന്ന് എല്ലാരും പറയാം, അച്ഛന്റെ മോളാണെന്നാ പറയാ. കാണാൻ അച്ഛനെ പോലെ. ഇപ്പോഴും അമ്മയുടെ കൂടെ ആയതുകൊണ്ട് അമ്മേന്റെ കുറച്ച് സ്വഭാവമൊക്കെ കിട്ടും. അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്താ? അമ്മ ഇപ്പോ മോട്ടിവേറ്റർ ആണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ അമ്മയുടെ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ, അപ്പൊ അവർക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിളിക്കും അമ്മേനെ. അപ്പൊ ഞാൻ കേൾക്കും, അയ്യോ 1.5 മണിക്കൂർ ഇങ്ങനെ അവരിരുന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 1.5 മണിക്കൂർ ഫോണിലോ? അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ അത് സാരമില്ല, ശരിയാവും. അങ്ങനെ അത് 1.5 മണിക്കൂർ സംസാരിക്കണേ. അല്ല, 1.5 മണിക്കൂറല്ല, അവരിപ്പോ അമ്മേനോട് സങ്കടങ്ങൾ മൊത്തം അങ്ങോട്ട് പറയും. അപ്പൊ അതൊക്കെ കേൾക്കും. ഇങ്ങനെ ഇരുന്ന് കേൾക്കും. എന്നിട്ട് അമ്മ അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത്. അപ്പോഴേ അമ്മയുടെ മോട്ടിവേഷൻ കുറച്ചൊരു സീൻ കാണിച്ചു തന്നെ നോക്കട്ടെ. ദൈവമേ, അമ്മ ഒരാളെ ഫോൺ വിളിച്ചപ്പോ ഞാനാട്ടോ ഫ്രണ്ട്. ഓക്കെ, മറ്റേ ദേവ അമ്മയാണേ. ഞാൻ പറയാം, ഫോൺ വിളിക്കാട്ടോ. ഹലോ, എന്തൊക്കെയാ വിശേഷം? സുഖാണോ? സുഖമൊന്നും അല്ല, അത് പറയാതെ വിളിച്ച്. എന്ത് പറ്റി? എന്റെ അടുത്തുനിന്ന് ഒരാൾ 2 ലക്ഷം രൂപ കടം വാങ്ങിയാൽ തിരിച്ചു തരില്ല, എന്റെ ഇപ്പൊ പൈസ ഇല്ല. എടോ, ജീവിതമൊക്കെ ആവുമ്പോ അങ്ങനല്ലേ, അതൊന്നും സാരില്ല, നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് വെച്ച് എന്റെ 2 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുമോ? എനിക്കിപ്പോ ഞാൻ പോവാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും അമ്മേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നേരെടുത്ത് 2 ലക്ഷം എടുത്തു കൊടുക്കും. വിശ്വാസിയാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് അമ്മയടുത്ത് ഒരു കാര്യം പറഞ്ഞാല് അപ്പൊ അവരുടെ സ്വഭാവം അങ്ങനെ കേട്ടോ, അവരുടെ അടുത്ത് അങ്ങനെ ഒന്നും പെരുമാറൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത് അവരിൽ നിന്ന് വിശ്വാസമാണ്. എന്നാലും അവര് അങ്ങനെ പെരുമാറരുതെന്ന് ദേവയാണ് പറഞ്ഞു കൊടുക്കുക. അല്ല, അമ്മയുടെ ഞാനും പറഞ്ഞു കൊടുക്കാം. അല്ല, അങ്ങനെയല്ലേ, ഞാൻ എല്ലാവരും അങ്ങ് വിശ്വസിക്കുമോ. നമ്മളെ കൂടെ നല്ല ചിരിച്ച് നല്ല രീതിയിൽ നിൽക്കുമ്പോ എല്ലാരും അങ്ങ് വിശ്വസിച്ച് നല്ല രീതിയിൽ. അപ്പൊ എനിക്ക് പണി കിട്ടും ചില സമയത്ത്. അപ്പൊ ചില സമയത്ത് അവര് വേറെ ആരോടെങ്കിലും ഇങ്ങനെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും, അവരായിട്ട് അത്ര ഇത് വേണ്ട. അപ്പൊ പക്ഷെ അത് അമ്മയ്ക്ക് കിട്ടണം, ബോധ്യമാണ്, മനസ്സിലാവണം. അവരടുത്ത് അമ്മയ്ക്ക് മനസ്സിലായി അമ്മ പഠിക്കണം. ഇങ്ങനെ ദേവ എപ്പോഴേലും അമ്മേനെ പറഞ്ഞിട്ടുണ്ടോ? അമ്മ വാട്ട് ഇസ് ദിസ് പറഞ്ഞിട്ടുണ്ട്. എപ്പോ പറഞ്ഞിട്ടുണ്ട്? ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു അമ്മയ്ക്ക് പണി കിട്ടിയത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, വിശ്വസിക്കും. ഇനി ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല. നിർത്തി അപമാനിക്കുകയാണല്ലേ. അത് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മള് പൊതുവെ പിള്ളേരൊക്കെ പറയാറുണ്ട് അമ്മമാര് വെറുതെ ഈ ചീത്ത പറയണു, മാർക്ക് കുറഞ്ഞാൽ ചീത്ത പറയണു, ഇങ്ങനെ നമ്മള് ഒരു പ്രൈവസി തരുന്നില്ല, ഫ്രീഡം ഇല്ല. എങ്ങനെയാ അമ്മ ശരിക്കും അമ്മ അച്ഛനും? അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എനിക്ക് പേടിയാണെന്നെങ്കിലേ ഉള്ളൂ. എക്സാമിന് മാർക്ക് വരെ കുറഞ്ഞിട്ടില്ല. ഇപ്പൊ കുറഞ്ഞെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ഇപ്പൊ എക്സാം നടക്കാൻ പോവാണ് അല്ലേ, പഠിച്ചോ? കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാ. അപ്പൊ ഞാനാണ് സാരയില്ല കുഴപ്പമില്ല, നമുക്ക് ഇതില്ലെങ്കിൽ അടുത്തതുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു ശരിയാക്കി കൊണ്ടുവരുന്നത്. ഈ സ്കൂളിലെ ടീച്ചേഴ്സും മോളെ നീ ഇങ്ങനെ വലുതായല്ലോ, കൊറേ കണ്ടിട്ട് ഇതൊക്കെ പറയാറുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ട്. നീളം വെക്കല്ലേ ഞാൻ? എല്ലാരും അയ്യോ ഇപ്പോഴും കുട്ടിയായിട്ടെ കുഞ്ഞതായിട്ടാണ് ഇരിക്കുന്നത്, നീളം വെക്കാറില്ല, ഇങ്ങനെ പിടിച്ച് തൂങ്ങ് അതാക്കി പറയാറുണ്ടോ? അത് ശരി. ഇപ്പൊ എത്ര ക്ലാസ്സിലായി? ഞാനിപ്പോ 8th-ലായിട്ട്. അപ്പൊ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ എത്ര ഹൈറ്റ് ഉണ്ട്? എന്റെ അമ്പോ, ഞാൻ ഇങ്ങനെ നോക്കണം. ഫ്രണ്ട്സ് വലുതായി. അതെന്താന്നറിയോ, എപ്പ തൊട്ടിട്ടാണ് ക്ലാസ്സിൽ പോവാണ്ടിരുന്നത്? ടോപ്പ് സിംഗറിൽ ഒരു 4ാം ക്ലാസ് കഴിഞ്ഞ് 4ാം ക്ലാസ് വരെ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. അതാണ് 4ാം ക്ലാസ് വരെ. പിന്നെ പിള്ളേരൊക്കെ ക്ലാസ്സിൽ പോയിട്ടാണ് വലുതാവണ്. ക്ലാസ്സിൽ പോയിട്ടാണോ വലുതാവണത്? ശരി.
അപ്പൊ ക്ലാസ്സിൽ പോകണം മര്യാദക്ക്. അപ്പൊ ഇനി മുതൽ നീളം വെക്കാൻ എക്സസൈസ് ചെയ്യണ്ട. ഞാൻ കണ്ടില്ലേ, ഞാൻ എല്ലാ ക്ലാസ്സിലും പോയി, കണ്ടില്ലേ എന്റെ ഹൈറ്റ്. പുള്ളപ്പൊക്കെ ചെയ്യുന്നുണ്ട്, ഹൈറ്റ് ഒക്കെ സ്കിപ്പിങ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഓവർ ക്ലാസ് എക്സ്ട്രാ ക്ലാസ് എടുത്തു, അതാണ് ഞാൻ. ഓക്കെ, സമയത്താണല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് നമ്മള് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ഇടയിൽ ഒരു പാട്ട് ബ്രേക്ക് വേണമെന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. ഓക്കെ, നമുക്ക് ചേച്ചി പാടോ ചോദിക്ക്. ചേച്ചി പാടൂ. ഞാൻ പാടാം. ഏത് പാട്ട് ഇപ്പൊ പറഞ്ഞോട്ടാ, ഞാൻ പാടിയിട്ട് ഓക്കെ. ഞാൻ മേരെ ഡോളിന ഞാൻ ഇപ്പൊ പോകട്ടെ. ഓക്കെ, നേരത്തെ പാടിയതിന്റെ ബാക്കി. മുഖം കാട്ടനീ മുഴുവൻ പനി ഓടാതനീ சிறு புன்னகை நீ காட்டடி എനിക്ക് ചില പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട് വരാറുണ്ട്. അതായത് നമ്മൾ ചിത്ര ചേച്ചിയൊക്കെ പാടുമ്പം ചിത്ര ചേച്ചി ഭയങ്കര ഇങ്ങനെയൊക്കെ എക്സ്പ്രഷനായിട്ടാ പാടുക, പക്ഷെ പാട്ട് വേറെ ലെവലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ദേവേ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടാണ്ട് പാട്ട് പാടാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. ആണോ? അപ്പൊ ഇത് ഈ സെയിം പാട്ട് എക്സ്പ്രഷൻ ഇല്ലാണ്ട് പാടിയേ? ഓഫ് കോഴ്സ്. മുഖം കാട്ടനീ കൈ വേണ്ട, ഞാൻ നോക്കാം ചാലഞ്ച് ആയിട്ട്. മുഖം കാട്ടനീ പോരുത്. മുഖം കാട്ടനീ മുഴുവൻ പനി ഓടാതനീ சிறு புன்னகை நீ காட்டடி ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഐ മീൻസ് ദേവയുടെ മാത്രല്ല ഒരുവിധം എല്ലാവരും ഇങ്ങനെ ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട് അത് പാടാറ്. അത് ലേറ്റ് പാടാ. ഇപ്പൊ നമ്മള് പാട്ട് പാടുന്നതിന് മുമ്പ് ജഡ്ജസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായില്ല, കോൺവെർസേഷൻ. അപ്പോഴായിരിക്കും ടെൻഷൻ. പാട്ട് പാടി തുടങ്ങി ഒന്നുമില്ല, പാട്ട് ഇങ്ങനെ അതിങ്ങനെ കൊറേ ചോദിക്കല്ലേ, എന്തൊക്കെയാണ് ഈ പാട്ടിന്റെ, അതെന്താണ്, അതായത് ഇതിന്റെ എന്താണ്, അതൊക്കെ ഇങ്ങനെ മനസ്സിലാവണത്. അതൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഓഡിഷന് പോകുന്ന സമയത്ത് അതൊക്കെ ഞാൻ പക്ക നോക്കി വെച്ചിട്ട് പോകും. പിന്നെ അവര് പറഞ്ഞു അതൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അത് നോക്കണ്ട, വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പൊ പക്ഷെ നമ്മള് ടോപ്പ് സിംഗർ ഉള്ള സമയത്ത് ഏത് പാട്ട് കിട്ടിയാലും അതിന്റെ സിനിമ, വർഷം, അഭിനയിച്ച നടി, നടൻ, മ്യൂസിക് ഡയറക്ടർ, ലിറിക്സ് എഴുതിയ ആളെ എല്ലാം നോക്കി വെച്ച് പോകണം. ഓ, അതവര് ചോദിക്കൂലേ? ചോദിച്ചിട്ട് MGങ്ങൾ ചിലപ്പോൾ ചാലഞ്ച് ഒക്കെ വെക്കും. അതായത് നമുക്ക് വർഷം അറിയില്ലെങ്കിൽ ഓപ്ഷൻസ് തരും. എന്നിട്ട് നമ്മൾ ഒരു വർഷം പറഞ്ഞിട്ട് അത് ശരിയാണെങ്കിൽ ഒരു 100 രൂപ തരും. അങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മളിപ്പം അച്ഛനമ്മമാര് പൊതുവെ പറയില്ലേ, ഇപ്പം മക്കളെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ ഇപ്പം വേറെ പല സ്ട്രീമിലേക്ക് അയക്കണം എന്നൊക്കെ പറയുമ്പം ശരിക്കും അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അമ്മയും ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ഒരാളാണ്. സോ മകളെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകണം അമ്മയ്ക്കൊരു ചെറിയ ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നില്ലേ? ഈ കുഞ്ഞ് ആയപ്പോഴേ പാടും. അപ്പം നമ്മളെ ശ്രദ്ധിച്ച് പിന്നെ പാട്ടാണ് ഇഷ്ടം എന്ന് തോന്നിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണോ മോക്ക് ഇഷ്ടം അതുപോലെ. അപ്പൊ ശരിക്കും എന്താ ഇഷ്ടം? അംബീഷൻ എന്താവാൻ അംബീഷൻ? എനിക്കൊരു പൈലറ്റ് ആവണമെന്നാണ്. അപ്പൊ ഒരു ദിവസം സ്കൂളിലെ സാറിന്റെ അടുത്ത് എന്താവാനാ ഇഷ്ടം എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞ പൈലറ്റ്. അല്ല, ഈ മേളിന്ന് പ്ലെയിൻ ഓടിച്ചിട്ട് പാട്ട് പാടി ആര് കേൾക്കാനാന്ന്. ശരി. അപ്പൊ അത് പറയേ സാറേ, മറ്റേ സാധനം ഉണ്ട് അതിൽ പറയാം, പറയാം. പക്ഷെ എനിക്ക് ശരിക്കും പൈലറ്റ് ആവാനാണ് ഇഷ്ടം. പക്ഷെ ഇതായി കഴിഞ്ഞുള്ള പ്രശ്നം നമുക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. അതെന്താ? പൈലറ്റ്സ് ആരും നാട്ടിൽ വരാറില്ലേ? ഉണ്ട്, പക്ഷെ എന്നാലും നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഫുള്ള് ബിസി ആയി പോകും. ജോലി ചെയ്യുമ്പോഴേ ബിസിയാണ്. ഇപ്പൊ അച്ഛൻ ഫുൾ ടൈം ഉണ്ടാകാറുണ്ട് ഇവിടെ. അതന്നെ. അപ്പൊ നമുക്ക് പാട്ടിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പൊ ഫ്ലൈറ്റ് ഓടിച്ചോണ്ട് ഫ്ലൈറ്റ് എങ്ങനെ ഓടിക്കാ? ഫ്ലൈറ്റ് എങ്ങനെ ഓടിക്കാ? ഫ്ലൈറ്റ് ട്രിങ് ആ ഇങ്ങനെയാട്ടോ ഫ്ലൈറ്റ് ഓടിക്കുമ്പോ പാട്ട് പാടാലോ. ഫ്ലൈറ്റ് ബട്ടണൊക്കെ ഞെക്കി ആ ഇങ്ങനെ സ്റ്റിയറിംഗ് ഉണ്ട് അല്ലേ? സ്റ്റിയറിംഗ് ഉണ്ടോ? ആ ഞാൻ നോക്കിയിട്ടില്ല. പൈലറ്റിന് അതൊന്നും അറിയണ്ടേ? അറിയണം, പക്ഷെ ഞാനേ നോക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവര് ഹെഡ്ഫോൺ വെച്ചിട്ട് പറയും. അപ്പൊ ഹെഡ്ഫോണും പറയലുണ്ടല്ലോ, അപ്പൊ അതില് പാട്ട് പാടാലോ. പാട്ട് പാടാം. അതാണ് ഞാൻ ഒന്നും കൂടെ അതായിട്ടൊന്ന് സിങ്ക് ആയത് അല്ലേ? അപ്പൊ ഈ ഉയരം പേടിയുണ്ടോ ഇത്ര ആകാശത്തൊക്കെ പോകുമ്പോ? പ്ലെയിനിൽ അത് മാറി. ഫ്ലൈറ്റ് കേറിയപ്പോ ചെവി വേദന കൊണ്ട് മാറി. ഭയങ്കര ചെവി വേദന, നല്ല കരച്ചിൽ. ഇപ്പൊ ആക്ച്വലി ദേവിക്ക് എന്തൊക്കെയാ പേടി? എനിക്ക് കൂറേനെ ഭയങ്കര പേടി. കോക്രോച്ച്. ഞാൻ വേറെ കുറുക്കനെങ്കിലും പറയുന്നത്. പിന്നെ പേടിയേ ഇല്ലേ? അച്ഛനെ പേടി, അമ്മയെ പേടി, അങ്ങനെ ആ പേടി എന്ത് വേണേലാവാം. ഹൈറ്റ് പേടി. അമ്മനെ ഇച്ചിരി പേടിയുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഓ മൈ ഗോഡ്. അപ്പൊ അച്ഛന് പേടിയില്ലേ? അച്ഛൻ പിന്നെ നമ്മള് ഫ്രണ്ട്സ് ആണല്ലേ, ബഡി ആണല്ലേ? അത് ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാ. പാട്ട് പഠിക്കാൻ പറഞ്ഞാലും അങ്ങനെ ചെയ്താൽ ഞാനിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞ് കൂടെ നടക്കണം, എന്നാലേ ചെയ്യും. സ്വന്തമായിട്ടൊന്നും ചെയ്യൂല. അപ്പൊ ഇങ്ങനെ പാട്ട് കേൾക്കണേ ഞാൻ പറയും, ആ ഓക്കെ. കുറെ സമയം കഴിഞ്ഞ് വന്നാലും പാട്ട് കേൾക്കുന്നുണ്ടാവില്ല. ഓള് വിറക്കളി. പാട്ട് കേട്ടോ? ഇല്ല. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു പോകും. സോ ഹാപ്പി. ഭയങ്കര രസമുണ്ടായിരുന്നു സംസാരിച്ചില്ലേ. ദേവിക്ക് എന്താ പറയാളെ? ഇന്റർവ്യൂ പറ്റി 4 വരി പാട്ട് പഠിക്കോ. ഇന്റർവ്യൂവിനെ പറ്റി ദൈവമേ. ഒരു ഹിന്ദി പാട്ടിന്റെ ട്യൂണിൽ ഞാൻ ഉണ്ടാവാൻ നോക്കട്ടെ. എനിക്ക് ചിരി വന്നാൽ ക്ഷമിക്കണം. ഇന്റർവ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല, ചിരിച്ച് പണ്ടാരമടങ്ങി. പൂജ ചേച്ചി സൂപ്പറാ, കൊമേഡിയൻ, ഐ ലവ് യു പൂജ ചേച്ചി. റെഡിയാവും. ഓക്കെ ഡൺ. സോ ഹാപ്പി ദേവ, സോ ഹാപ്പി ചേച്ചി. നമ്മുടെ അടുത്ത് സമയം കണ്ടെത്തിയാൽ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. ഒരുപാട് സന്തോഷം. ശരിക്കും എൻജോയ് ചെയ്ത് ഒരു ഇന്റർവ്യൂ അല്ല, നല്ല അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി സൂപ്പർ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കണം. ഓക്കെ, ഇടയ്ക്ക് വോയിസ് നോട്ട് അയച്ചോളൂ കേട്ടോ, എന്നെ പറ്റിയിട്ട് പുകഴ്ത്തിയിട്ട്. വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.